എലമെൻറ്റ്സ് ഓഫ് ആർട്ടിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ലൈൻസിനെ കുറിച്ച് പഠിച്ചു, ഷേപ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് ഫോമിനെ കുറിച്ചാണ്. ദിസ് വീഡിയോ is sponsored by artfactoryonline.com. മലയാളത്തിന് സ്വന്തമായിട്ടൊരു ഓൺലൈൻ ആർട്ട് ഷോപ്പാണ് ആർട്ട് ഫാക്ടറി. നിങ്ങൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ artfactoryonline.com എന്നുള്ള സൈറ്റിൽ കയറി വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഡ്രോയിങ് ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് ഈ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാം. സ്കെച്ച് ബുക്കും ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആർട്ട് ലൈൻ പെൻസിലും ഒക്കെ നമ്മുടെ artfactoryonline.com എന്നുള്ള സൈറ്റിലുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫോം ഈസ് ആൻ ഒബ്ജക്റ്റ് ദാറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻ എ 3-dimensional സ്പേസ് എന്നാണ് ഫോമിൻ്റെ ഡെഫിനീഷൻ. അതായത് നമ്മൾ ഷേപ്സ് പഠിച്ചല്ലോ. ഷേപ്പ് സാധാരണ ഇപ്പോൾ ഒരു സ്ക്വയർ ആണെന്ന് വിചാരിക്കും. ഇവിടെ സ്ക്വയർ വരച്ച് കാണിച്ചു തരാം. സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു 2-dimensional സ്പേസ് ആണ്. ഇതിനൊരു ലെങ്ത്തും ഒരു വിഡ്ത്തും ആണ് ഉള്ളത്. ഇനി ഫോം ആണെന്ന് വിചാരിക്കും. ഫോമിൻ്റെ എക്സാമ്പിൾ ക്യൂബാണ് കേട്ടോ. ഞാൻ ക്യൂബോർഡ് വരയ്ക്കുകയാണ്. ക്യൂബിന് ആക്ച്വലി ലെങ്ത്ത് ഉണ്ടാവും, വിഡ്ത്ത് ഉണ്ടാവും, പിന്നെ ഒരു ഡെപ്ത്തും ഉണ്ടാവും. ഇപ്പോൾ ചിലർ ഇങ്ങനെയായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുക അതിനെ. ക്യൂബ് വീണ്ടും വരയ്ക്കുകയാണ്. ലെങ്ത്ത് ഉണ്ടാവും, ഇത് വിഡ്ത്താക്കി എടുക്കാം, ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഫോം എന്ന് പറയുന്നത് 3-dimensional ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഷേപ്പുകളെയും നമുക്ക് ഫോംസ് ആക്കി കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ സർക്കിൾ എന്നുള്ളൊരു ഷേപ്പ് പഠിച്ചില്ലേ? സർക്കിളിൻ്റെ ഫോമായിട്ട് നമുക്ക് വേണമെങ്കിൽ സ്ഫിയറിനെ കണക്കാക്കാം. സ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു ബോൾ പോലെ ഇരിക്കുന്ന വസ്തു. അപ്പോൾ സർക്കിൾ ചെറുതായിട്ടൊന്ന് ഷെയ്ഡൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അതൊരു ബോൾ പോലത്തെ ഒരു ഫീൽ കിട്ടും. അപ്പോൾ സർക്കിളിൻ്റെ ഫോമാണ് സ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്വയറിൻ്റെ ക്യൂബാണ്. ക്യൂബ് വരയ്ക്കാൻ ഞാനൊരു സിമ്പിൾ മെത്തേഡ് പഠിപ്പിച്ച് തരാം. ഇപ്പോൾ സാധാരണ കുട്ടികൾക്ക് ഇങ്ങനെ ക്യൂബ് വരയ്ക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ 2 സ്ക്വയർ വരച്ചിട്ട് നമുക്കൊരു ക്യൂബ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഒരു സ്ക്വയർ വരയ്ക്കുക. നിങ്ങളിൽ സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ നീറ്റായിട്ട് വരയ്ക്കുക. ഞാൻ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നത്. സ്ക്വയർ വരയ്ക്കുക. ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ച് മുകളിലായിട്ട് അടുത്ത സ്ക്വയർ വരയ്ക്കുക. പിന്നെ ഇവിടെ ആയിട്ട് വരയ്ക്കുന്നുണ്ട് അടുത്ത സ്ക്വയർ, സെയിം സൈസിൽ തന്നെ. ഓക്കെ, എന്നിട്ട് ഈ കോർണേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ക്യൂബ് പോലെ കിട്ടും. ഇതിൽ ആവശ്യമില്ലാത്ത ലൈൻസ് മായ്ച്ച് കളഞ്ഞാൽ കറക്റ്റ് ക്യൂബിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും. ഞാൻ ലൈൻസ് മായ്ച്ച് കളഞ്ഞും കൂടി കാണിച്ചു തരാം. അപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ക്ലാസ്സിലും എക്സാമിനും ഒക്കെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പടം വരപ്പിക്കുമ്പോൾ ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നീറ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. കണ്ടോ? അപ്പോൾ നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ക്യൂബ് വരച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ഷെയ്ഡിങ്ങിലേക്ക് കിടക്കുമ്പോഴാണ് ഫോം എന്നുള്ളൊരു കാര്യം നമ്മൾ ആർട്ട് സ്കൂളിലൊക്കെ പഠിപ്പിക്കുക. വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മളൊരു സിലിണ്ടർ ആണെന്ന് വിചാരിക്കും. സിലിണ്ടർ ഒരു ഫോമാണ്. കണ്ടോ? സിലിണ്ടർ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക, ഒരു എലിപ്സ്. നമ്മൾ സിലിണ്ടർ ടോപ്പ് ഭാഗം മുകളിൽ നിന്ന് കാണുമ്പോൾ എങ്ങനെ കാണുക? സർക്കിളല്ലേ? നമ്മൾ സിലിണ്ടറിനെ നേരെ കാണുമ്പോൾ ആ സർക്കിൾ ഒരു എലിപ്സ് പോലെയായിട്ട് തോന്നും. കാരണം അതിന് ഡെപ്ത്തും കൂടിയുള്ള കാരണം. ഇത് ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഷാഡോവും കൂടി വരുമ്പോൾ അപ്പോൾ അതിനൊരു ഉരുണ്ട പോലത്തെ ഒരു ഫീല് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിരമിഡ് വരയ്ക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കണതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപകാരപ്പെടും ഈ വീഡിയോസ്. അടുത്തായിട്ട് നമുക്കൊരു കോൺ വരയ്ക്കാം. ഈ പിരമിഡിന് ഒരു സൈഡിൽ ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷെയ്ഡിങ് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ ലൈറ്റായിട്ടൊന്ന് ഒബ്ജക്റ്റിനെ ഒന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഷെയ്ഡിങ് ക്ലാസ്സുകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബേസിക്സ് മുതൽ ഷെയ്ഡിങ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക. നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ഈ ബേസിക്സിൻ്റെ വീഡിയോസിൻ്റെ ഒപ്പം തന്നെ ഷെയ്ഡിങ് ക്ലാസ്സും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എലമെൻറ്റ്സ് ഓഫ് ആർട്ട് അല്ലേ? അപ്പോൾ അതാദ്യം നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിലേക്ക് പോകാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് വരച്ച് വെക്കുക. നമ്മൾ ഒരു പടം വരയ്ക്കുമ്പോൾ നമ്മൾ ഷേപ്സ് പഠിച്ചപ്പോൾ പറഞ്ഞില്ലേ, ആ ഷേപ്സ് മനസ്സിലാക്കിയിട്ട് വരയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ഫോംസ് പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കണം. ദൂരെയുള്ള വസ്തുക്കളും അടുത്തുള്ള വസ്തുക്കളും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം. ഇപ്പോൾ സർക്കിൾ തന്നെ നമ്മൾ സിലിണ്ടർ വരച്ചപ്പോൾ നമ്മൾ എലിപ്സ് ആയിട്ടല്ല വരച്ചത്. അതായത് ഒരു സിലിണ്ടറിന് മുകളിൽ നോക്കുമ്പോൾ അത് സർക്കിളായിട്ട് കാണും. ആ സിലിണ്ടറിന് സ്ട്രെയിറ്റ് നോക്കുമ്പോൾ ഒരു എലിപ്സ് പോലെ ആയിരിക്കും കാണാം. അപ്പോൾ നമ്മളെ കാഴ്ചപ്പാടിനനുസരിച്ചിട്ട് വസ്തുക്കൾക്ക് രൂപത്തിന് വ്യത്യാസം വരും.
ആ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഫോംസിനെ സമീപിക്കാൻ. ഞാനൊരു സിമ്പിൾ ലാൻഡ്സ്കേപ്പ് വരച്ചിട്ട് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി തരാം. അപ്പോൾ കുറച്ചും കൂടി നിങ്ങളുടെ അടുത്ത ലെവൽ, ഇപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ആ ഷേപ്സ് വരച്ച് ട്രൈ ചെയ്തവർക്ക്, ഷേപ്സ് വെച്ചിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ട്രൈ ചെയ്തവർക്ക് പെട്ടെന്ന് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കുന്ന അടുത്ത ഒരു ലെവലായിട്ട് ഈ ഒരു ലാൻഡ്സ്കേപ്പ്, ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്ന ലാൻഡ്സ്കേപ്പ് വരച്ച് പ്രാക്ടീസ് ചെയ്യാം. ഇതിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഫോംസിലാണ്. അപ്പോൾ ഈ ഒരു ലാൻഡ്സ്കേപ്പിൽ നമ്മൾ ഇവിടെ ഈ ഭാഗത്തായിട്ടൊരു വീടും, പിന്നെ വീട്ടിലേക്ക് വരുന്ന ഒരു വഴിയും, കുറച്ച് മരങ്ങളും, ചെറിയൊരു പുഴയും കാര്യങ്ങളും, കുറച്ച് പാറകളും കാര്യങ്ങളൊക്കെയാണ് വരയ്ക്കാൻ പോകുന്നത്. മലകളൊക്കെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം വീട് നീറ്റായിട്ട് ഇവിടെ വരയ്ക്കാം. ഇപ്പോൾ നേരത്തെ ഒരു വീട് വരച്ചപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ലൈൻസ് വെച്ചിട്ടല്ല വരച്ചത്. ഇപ്പോൾ നമുക്ക് ഫോംസ് വെച്ചിട്ട് വരയ്ക്കാം. ഞാനിവിടെ ഒരു ബോക്സിൻ്റെ ഷേപ്പ് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷേപ്പ് വരയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ പഠിപ്പിച്ചല്ലോ. ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ഈ ഷേപ്പ് വരയ്ക്കുക. ഞാൻ ലൈറ്റായിട്ട് വരയ്ക്കുന്നത് കാരണം ഇത് നമുക്ക് മായ്ച്ച് കളയേണ്ട കാര്യമുണ്ട്, അതുകൊണ്ടാണ് ലൈറ്റായിട്ട് വരയ്ക്കുക. ഇപ്പോൾ നിങ്ങളും ലൈറ്റായിട്ട് തന്നെ വരയ്ക്കുക. ഇത്ര വരച്ചില്ല. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബേസ് ഭാഗം വരുന്നത്. ഇനി ഇതിനൊരു മേൽക്കൂര പണിയണം. മേൽക്കൂര നിങ്ങൾ അതേപോലെ തന്നെ പിരമിഡ് നമ്മൾ വരച്ചല്ലോ, പിരമിഡിൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ വരയ്ക്കണം. നമ്മൾ ആദ്യം ഒരു പെട്ടിയുടെ പോലത്തെ ഷേപ്പ് വരച്ചു, അതിൻ്റെ മുകളിൽ ഒരു പിരമിഡ് കൊണ്ടുവന്ന് വെച്ചു. ഇനി വീടിന് ഫ്രണ്ടിൽ ചെറിയൊരു എൻട്രൻസ് പോലൊരു സംഭവം കൊടുക്കാം. അതും ഈ സെയിം മെത്തേഡ് തന്നെ. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോക്സ് ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മൈൻഡിലാണ് ആ ബോക്സ് വരയ്ക്കുക. പേപ്പറിലേക്ക് നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ലൈൻസ് വരയ്ക്കുന്നുള്ളൂ. കണ്ടോ, ഇപ്പോൾ ശരിക്കും ഒരു 3 ഡയമെൻഷനുള്ള വീട് പോലെ. അതിനൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. ഈ ഒരു സൈഡ് ഇത്രയും ദൂരം ബാക്കോട്ട് പോയപ്പോൾ ഈ സൈഡിൽ ലെങ്ത്ത് ഇത്രയില്ലേ, ഇത്രയും ദൂരം ബാക്കോട്ട് പോയപ്പോൾ ആ സൈഡിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു. അതിനെയാണ് മെയിൻലി സിമ്പിളായിട്ട് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വലിയൊരു സബ്ജക്റ്റാണ് പേഴ്സ്പെക്റ്റീവ്. സിമ്പിൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. അടുത്ത് കാണുന്ന ഒബ്ജക്റ്റുകൾ, ഷേപ്പുകൾ, കാര്യങ്ങളൊക്കെ നമ്മൾ വലുതായി കാണും, ദൂരേക്ക് പോകുമ്പോൾ അത് ചെറുതായി കാണും. അതാണ് സിമ്പിളായിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൻ്റെ കൺസെപ്റ്റ്. ഇനിയിപ്പോൾ വീടൊന്ന് നമുക്ക് നീറ്റായിട്ട് വരയ്ക്കാം. ആവശ്യമില്ലാത്ത ലൈൻസൊക്കെ ഒന്ന് മായ്ച്ച് കളയാം. നമ്മുടെ ബേസിക്സ് വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെ മെസ്സേജൊക്കെ കാണുമ്പോൾ, നിങ്ങളിത് ട്രൈ ചെയ്യേണ്ടെന്ന് അറിയുമ്പോൾ. ഇപ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു ആദ്യം, ബേസിക്സ് വീഡിയോ എല്ലാവരും എങ്ങനെ എടുക്കും, കാരണം ഇത്രയും ബേസിക്സ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ കാണാനായിട്ട് ആളുണ്ടോയെന്നൊക്കെ. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞു ബേസിക്സ് അറിയാനായിട്ട് സാധിച്ചപ്പോൾ അവരുടെ ഡ്രോയിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന്. അപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേസിക്സ് പറഞ്ഞു കൊടുക്കാനായിട്ട്. കാരണം ഞാൻ സ്കൂളിലൊക്കെ പഠിച്ചപ്പോൾ ചില ടീച്ചേഴ്സ് നമുക്കറിയാവുന്ന വിഷയമാണെങ്കിൽ ഒന്നും കൂടി നമുക്ക് പറഞ്ഞു തരുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ നമുക്കറിയാത്ത മെത്തേഡ്സ് കുറച്ചുകൂടി ബേസിക്കായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ നമുക്ക് കേട്ടിരിക്കാനായിട്ട് രസം, അറിയാനൊരു കൗതുകമൊക്കെ ഉണ്ടാവും. നമുക്കറിയാത്ത ഒരുപാട് ഇൻഫർമേഷനൊക്കെ അതിൽ നിന്ന് കിട്ടും. ഞങ്ങളുടെ ഡോറൊക്കെ വരച്ചു കൊടുക്കുകയാണ് നൈസായിട്ട്. ഈ വീടിന് വേണമെങ്കിൽ ഒരു വുഡിൻ്റെ പോലത്തെ ഒരു സെറ്റപ്പൊക്കെ കൊടുക്കാം. അങ്ങനെ വുഡിൻ്റെ പീസ് വെച്ചുണ്ടാക്കിയാണ് വീടാന്ന് പറയാം. വുഡ് ഹൗസ് എന്ന് പറയില്ല നമ്മൾ. നമ്മൾ കഴിഞ്ഞ തവണ ഒരു വീട് വരച്ച ഓർമ്മയുണ്ട്. നമ്മൾ സിമ്പിളായിട്ട് ലൈൻസ് വെച്ചിട്ട് അതിനേക്കാളും എത്രയോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് നമ്മുടെ ഈ വീടിന്. നമ്മൾ സിമ്പിളായിട്ടുള്ള ഫോംസ് എന്നുള്ള കൺസെപ്റ്റ് പഠിച്ചപ്പോഴേക്കും അത്രയും ഇമ്പ്രൂവ്മെൻറ്റ്സ് നമുക്ക് ഉണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ 7 എലമെൻറ്റ്സ് പഠിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന്. അതാണ് ബേസിക്സ് പഠിച്ചാലുള്ള ഗുണം. എല്ലാവരും സാധാരണ ഇഗ്നോർ ചെയ്യാറാണ് പതിവ് ബേസിക്സൊക്കെ. എല്ലാവരും നേരെ പോർട്രേറ്റ് വരയ്ക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെറ്റീരിയൽസൊക്കെ വാങ്ങിച്ച് പോർട്രേറ്റിലേക്ക് ഇരിക്കും. പക്ഷേ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ കണ്ടോ, ഒരു 3D പോലെ ഇരിക്കുന്ന ഒരു വീട് വളരെ സിമ്പിളായിട്ട് ഒരു സിമ്പിൾ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമ്മൾ വരച്ചു. ഇനി വീടിന് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വഴി കുറച്ച് പുല്ലുകൾ വരയ്ക്കാം. ഇത് നമ്മളൊരു ഫോമായിട്ടാണ് കണക്കാക്കുന്നത്, പിന്നെ പുല്ല്. അപ്പോൾ ഹൈറ്റും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട് പുല്ലിന്. ഇവിടെയും നമ്മൾ ആ പുല്ല് വരയ്ക്കുന്നുണ്ട്. ഇരുഭാഗത്തായിട്ട് കുറച്ച് ചെടികൾ, മരം വരയ്ക്കുകയാണ്. മരം വരയ്ക്കുമ്പോൾ നമ്മൾ ലൈൻസ് വെച്ചിട്ട് സിമ്പിളായിട്ട് മരം വരച്ചില്ലേ, പക്ഷേ ഇതിനൊരു ഷേപ്പാക്കി കണക്കാക്കുക. ഇതിനൊരു റൗണ്ട് ഷേപ്പിന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് വരയ്ക്കുക. അപ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് സംഭവം കിട്ടും. കാരണം മരം എന്ന് പറയുമ്പോൾ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പായിരിക്കും മാക്സിമം ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വരയ്ക്കുക.
കാരണം ചെറിയ ലൈൻസൊക്കെ ഇങ്ങനെ വളച്ചിട്ട് കൊടുക്കാം. മരത്തിൻ്റെ ഒരു ഫീലൊക്കെ നമുക്ക് കിട്ടും. നിങ്ങൾ ഇതിനൊന്ന് ലൈറ്റായിട്ടൊന്ന് ഷെയ്ഡ് ചെയ്തോ. കണ്ടോ, ഇപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ നീറ്റായിട്ട് വരച്ചില്ലേ. ഇനി ബാക്കി ഭാഗം കൂടി ഞാൻ വരച്ച് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നൊരു വഴി ഇങ്ങനെ പോകുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ വരയ്ക്കുന്നത് പാറക്കഷ്ണങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ഫിയർ ഉണ്ടല്ലോ, സ്ഫിയർ നമ്മൾ പറഞ്ഞില്ലേ. ഇവിടെ നമുക്കൊരു മരം വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഓരോ ഭാഗങ്ങളും ഓരോ ഫോംസാണ് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു 3D സ്പേസിലിരിക്കുന്ന ഒബ്ജക്റ്റുകളാണ് ശരിക്കും അത്. നമ്മുടെ ചിന്തകളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ പടം വരയ്ക്കുമ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, ആ ചിന്തയും കൂടി അതിൻ്റെ റിസൾട്ടും കൂടി നമ്മുടെ പേപ്പറിൽ വരും. നമ്മൾ വരയ്ക്കുന്നത് എന്താണോ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബോധവാനായിട്ടിരിക്കുക. ആ ഷേപ്പിനെ കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്, മരം വരയ്ക്കുമ്പോൾ അതിൻ്റെ ടെക്സ്ചറിനെ കുറിച്ച്, അതിൽ വീഴുന്ന ലൈറ്റ് ആൻഡ് ഷാഡോനെ കുറിച്ച്. ഇപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും നമ്മുടെ ഡ്രോയിങ്ങിലൊക്കെ. ഇവിടെ നമുക്ക് കുറച്ച് മൗണ്ടൻസ് വരയ്ക്കാം. അപ്പോൾ നേരത്തെ മൗണ്ടൻസ് വരച്ചപ്പോൾ ലൈൻസ് ആയിട്ടല്ല വരച്ചത്. ഇപ്പോൾ ഒന്ന് മാറ്റി അതിനൊരു നമുക്ക് ഫോമൊക്കെ ഉണ്ടാക്കാം. ഇവിടെ ഒരു ഷെയ്ഡൊക്കെ കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ഒരു 3D ഷേപ്പാണ് സംഭവം എന്ന്. ഇത് നമ്മൾ വെള്ളമാട്ടോ ഉദ്ദേശിക്കുന്നത്. ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന പുഴ പോലത്തെ ഒരു സംഭവം. പുഴ തന്നെ, പുഴ പോലത്തെ സംഭവം, പുഴ തന്നെ, പുഴയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക വെള്ളത്തിന്. അപ്പോൾ ഈ ഒരു പടം വരച്ചപ്പോൾ നമുക്ക് എന്താ ഡിഫറൻസ് ഉണ്ടായത്? നമ്മൾ ചിന്തിച്ചു എല്ലാം ഫോംസാണ്. നമ്മൾ നേരത്തെ ലൈൻസ് അല്ലെങ്കിൽ ഷേപ്സ് പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിച്ചിരുന്നത്? നമ്മൾ വരയ്ക്കുന്ന പടത്തിൽ എല്ലാം ലൈൻസ് ആണെന്നാണ്. നമുക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടിയത്, ഒരു കാർട്ടൂണിഷ് ഇമേജാണ് കിട്ടിയത്. ഇപ്പോൾ നമ്മൾ പടം വരച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചത് എന്താ? എല്ലാം ഫോംസാണ്, ഒരു 3D സ്പേസിലിരിക്കുന്ന ഫോംസാണ്. അപ്പോൾ എല്ലാ ഫോമിനും അതിൻ്റേതായ ലെങ്ത്തും വിഡ്ത്തും ഒരു ഡെപ്ത്തും ഉണ്ടാവും. അതാണ് സംഭവം. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു ഫോമാണെങ്കിൽ അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒരു ഡെപ്ത്തും ഉണ്ട്. അപ്പോഴാണ് ആ ഒരു ഫോമായി കിട്ടുക. അപ്പോൾ ഒരു 3D സ്പേസിലിരിക്കുക. അപ്പോഴാണ് നമ്മുടെ പടം നെക്സ്റ്റ് ലെവലിലേക്ക് വരിക. അപ്പോൾ തീർച്ചയായിട്ടും ഞാനിന്ന് വരച്ച ലാൻഡ്സ്കേപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഫോട്ടോഗ്രാഫ്സൊക്കെ നോക്കിയിട്ട് അതൊരു ഫോമാണ് നിങ്ങൾ സങ്കല്പിച്ചിട്ട് ആ ലെങ്ത്തും വിഡ്ത്തും ഡെപ്ത്തും കൂടി ഒരുമിച്ച് വരച്ച് നോക്കുക. നിങ്ങളുടെ പടങ്ങൾ കുറച്ചും കൂടി 3 ഡയമെൻഷനലായിട്ട് മാറും. അതാണ് ഫോംസിനുള്ള ലെസണിൽ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ഫോം എന്നുള്ളത്. ഈ ഒരു 3rd പോയിന്റിൽ തന്നെ നമ്മുടെ ഡ്രോയിങ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് കാണാമല്ലോ. ഞാൻ മുമ്പ് വരച്ച ലാൻഡ്സ്കേപ്പിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട് നമ്മുടെ ഈ ലാൻഡ്സ്കേപ്പിൽ. ഇനി അടുത്ത പോയിൻറ്റ്സ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. വീഡിയോസ് സീരീസ് ആയിട്ട് തന്നെ കാണാം, മിസ്സാക്കാതെ 1 by 1 ആയിട്ട് നമ്മുടെ എലമെൻറ്റ്സ് ഓഫ് ആർട്ടിൻ്റെ വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.